Harris, let's begin order with me. അപ്പോൾ പിന്നെ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സ്പെഷ്യലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ഒരു ചെറിയൊരു കസ്റ്റമറാണ്. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു ബോയാണ്. അവൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. നമുക്ക് ഒരു ഓർഡർ വന്നിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു വലിയൊരു ഗ്ലോ ക്ലിപ്പും ചെറിയൊരു ക്ലച്ചും പിന്നെ ഒരു നെക്ലസും. അത് ആൻറ്റി ടാർണിഷൊന്നുമല്ല, ഒരു സ്ക്രഞ്ചിയാണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. അത് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് പാക്ക് കൊള്ളൊന്നുമില്ലല്ലോ. അത് തടി വെക്കാം. പുട്ടൊന്നല്ലേ, പുട്ടായിരുന്നോ? അതെ, പുട്ടൊന്നില്ല. കുത്തി തിരിയട്ടെ. കൊള്ളണില്ലല്ലോ അടച്ചോനെ. എന്താ പുതേ പഠിച്ചാനേ. എന്താ പുതേ എടുക്കാനും പറ്റുന്നില്ല. പേര് റിവീൽ ചെയ്യരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കസ്റ്റമർ. അതുകൊണ്ടാണ് പേര് റിവീൽ ചെയ്യാത്തത്. പിന്നെ ലൊക്കേഷനും എവിടെയെന്നുള്ളത് റിവീൽ ചെയ്യണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ സീനല്ലേ. നമുക്കുണ്ടായിരുന്നില്ല ഇതേപോലത്തെ ഉള്ള ഓരോരോ ചെറിയ ചെറിയ എക്സും ഒക്കെ. അതുപോലെ നമുക്ക് എക്സ്, അവർക്ക് ഇപ്പം എക്സ് ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം അവർ എൻജോയ് ചെയ്യട്ടെ ഇല്ലേ. നല്ലത് അങ്ങനെയല്ലേ. ഇപ്പം അതങ്ങനെ ആവട്ടെ. എന്തായാലും നമ്മളായിട്ട് ആരും ഒന്നും പ്രശ്നം ഉണ്ടാക്കണില്ല. അപ്പം അങ്ങനെ പോട്ടെ. അപ്പം ഞാനിത് അയച്ചു കൊടുക്കണ ഓർഡർ ചെയ്താൽ ആ ബോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് അയച്ചു കൊടുക്കണേ. അവനത് അയച്ചു കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആണോ അതോ സ്കൂൾ ലവ് സ്റ്റോറിയാണോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്താവട്ടെ, നമുക്ക് പൈസ പോരെ. പിന്നെ അതേപോലത്തെ ചെറിയ ഓർഡറുകളും. അതുകൊണ്ട് നമ്മൾ മുട്ടിയും പോവുക അല്ലേ. ഇപ്പം അങ്ങനെയല്ലേ. അപ്പോൾ ഈ റിബണും കെട്ടിയിട്ടും കെട്ടൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തിരിച്ച് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി, പിന്നെയും തിരിച്ചിട്ടു, പിന്നെയും അങ്ങോട്ട് മറിച്ചിട്ടൊക്കെ. ഇതിലെ രസം പൗസ് ചെയ്യാനേ മറന്നുകൊണ്ട്. ഞാൻ പൗസ് ചെയ്യാൻ മറക്കും, പിന്നെയും കട്ട് ചെയ്യും, പിന്നെയും തുറക്കും. ഇങ്ങനെയൊക്കെ ശരിയായി. ഇനിയിപ്പോൾ നമ്മൾ ബബിൾ റാപ്പൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടാണ് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണിയിട്ടു. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഇരുന്നിട്ട് നേരിട്ട് തിരിയുന്നില്ലല്ലോ. ഞാൻ കുറേ പ്രാവശ്യം കെട്ടിയിട്ടാണ് ഈ റിബണൊക്കെ നേരായി കിട്ടിയത്. പിന്നെ ഇങ്ങനെയൊക്കെ ശരിയായി. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു എവിടെയാണ് സ്ഥലം, ഷോപ്പ് ഉണ്ടാകുന്നത് ചേച്ചി. ഷോപ്പൊന്നുമില്ല, നമ്മൾ ശരിയെന്ന് തുടങ്ങിയിട്ടില്ലല്ലോ. പിന്നെയില്ലേ ഷോപ്പ്. അതെന്തോന്നും വച്ച് പിടിച്ച് തരട്ടെ. ഓൺ വോയിസ് പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഓൺ വോയിസ് ഇട്ടുകഴിഞ്ഞാൽ ഓരോരുത്തർ വിളിക്കണേ, കുട്ടിയെ അറിയണേ, കേട്ടുകഴിഞ്ഞാൽ വെച്ചിട്ടാണ് ഞാൻ ഓൺ വോയിസ് ഒന്നും ഇടാന്നത്. പിന്നെ കോപ്പിറൈറ്റ് വരാൻ തുടങ്ങിയതുകൊണ്ട് ഓൺ വോയിസ് ഇടാൻ തുടങ്ങി. അല്ല അപ്പം എന്താ ചെയ്യുക. പിന്നെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്യും, അല്ലാതെ കമൻറ്റിൽ വന്നിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബിങ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അവസാനത്തെ ലുക്ക്. ഇനി ഇങ്ങനെയൊന്നല്ല, ഇതിനെ ബബിൾ റാപ്പ് ഇട്ടിട്ട് ആകെ അലങ്കോലമാക്കിയിട്ടാണ് അയച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ വരും.
പിന്നെ നമ്മൾ റീഫണ്ട് ചെയ്യുമ്പോൾ പറയും ചില കസ്റ്റമർ റീഫണ്ട് ചെയ്യാൻ പറയും. ശരി, നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. പൊട്ടലും ചീറ്റലും ഇല്ലാതിരിക്കട്ടെ. അപ്പം അങ്ങനെ പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കണേ. പിന്നെ പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതല്ലല്ലോ, സീനല്ലല്ലോ. അപ്പോൾ പിന്നെ പൊട്ടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല അപ്പം എന്താ ചെയ്യുക? അതിനാണ് മാക്സിമം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഇതാക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,